ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം കുറച്ച് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പക്ഷേ ഇതിൽപ്പെട്ട സാധനമല്ല. ഇത് ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഉമ്മയുടെ വക എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. സോറി, ഞാൻ അറിയാണ്ട് ഇതിനകത്ത് കൊണ്ടുവച്ചതാണ്. അത് ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ്ങിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഇത് എന്താ സംഭവിച്ചാൽ, ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ബാഗ് അന്നേരമാണ് ഞാൻ ഓർത്തത് നമുക്ക് അൺബോക്സിങ് വീഡിയോ ചെയ്താലോ എന്ന്. അപ്പോൾ ഇതിൻ്റെ കവറിൽ ഞാൻ തിരിച്ചിട്ട് വെക്കുന്നതിന് മുന്നേ ഉമ്മ ആ കവറൊക്കെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞായിരുന്നു. ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസാണ്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇത് ഫ്ലവർ വാസാണ്. ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. എനിവേ, ഫ്ലവർ വാസ് എനിക്ക് അത്ര അങ്ങോട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ആ ഒരു പ്രൈസിന് അതൊക്കെ ഓക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരെ ഡ്രസ്സസ് ഒന്നും വാങ്ങിച്ചു നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ഹിസ് ബേബി വെച്ച് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബഞ്ച് ഓഫ് ടീഷർട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് വീട്ടിലിടുന്ന ടീഷർട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ രസമുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഹിസ് ബേബി എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ വന്ന് നിന്നിട്ട്. അവൾക്ക് ആക്ച്വലി ഞാൻ പറയുന്നത് പോലെ അവൾ പറയാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഗ്രീൻ കളർ ഉണ്ട്, ഒരു ഡാർക്ക് പിങ്ക് ഉണ്ട്, ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട്. ഇതെല്ലാം ടീഷർട്ട്സ് ആണ് കേട്ടോ. ആക്ച്വലി കാണാൻ നല്ല രസമുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇനി ഇത് കളർ പോവില്ലെന്നൊന്നും എനിക്കറിയില്ല. അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലക്കിയിട്ടില്ല. അപ്പോൾ അതാണ് ഹിസ് ബേബിയുടെ ടീഷർട്ട് വാങ്ങിക്കാൻ വിചാരിച്ചു. അതിൽ നിന്ന് നമ്മൾ എല്ലാം ട്രൈ നോക്കണമല്ലോ. ഏതായാലും ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എല്ലാം ട്രൈ നോക്കണമല്ലോ. പിന്നെ ഇതാണുള്ളത്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് വാങ്ങിച്ച ഡ്രസ്സാണ്. സോറി, ജ്വല്ലറി ആയിട്ടാണ്. ഹിസ് ബേബിക്ക് നമുക്ക് തൽക്കാലം ഈട്ടിങ് കൊടുക്കാം. ഹിസ് ബേബിക്ക് അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കണ്ട് നോക്കാം ഗായ്സ്. വാവ്, നോട്ട് ബാഡ്. ഇതൊരു ടീക്ക. ആക്ച്വലി ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. എന്തായാലും എനിക്കില്ല. ബട്ട് ഇതതിൻ്റെ കൂടെ വന്നൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇത് മാത്രം വേണ്ട, അത് മാത്രം കൊടുത്തു വിടുന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നല്ല 2 കമ്മലാണ്. രസം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഈ വക ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ആ ഒരു ഡ്രസ്സ് ഭയങ്കര ഹെവി ഡ്രസ്സായതുകൊണ്ട് തന്നെ എനിക്ക് ചോക്കർ സെറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് മാച്ചായിട്ട് ഞാൻ വാങ്ങിച്ചൊരു ചോക്കർ സെറ്റാണ്. ഇങ്ങനെയുണ്ടോ? നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഇതിൻ്റെ കളറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഡ്രസ്സിൻ്റെ കളർ കുറച്ച് ഡാർക്കാണ്. ഇത് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. എന്നാ ഹിസ് ബേബി നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇതെന്താണ് സാധനം? ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് കുറേ നാളായി ഗൈസ്. എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലോ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഇതെല്ലാം കൂടെ ഓരോ തവണയായിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഓർമ്മയില്ലാത്തത്. ഇത് ആക്ച്വലി നമ്മുടെ ഫ്രിഡ്ജിൽ വെള്ളം പിടിച്ച് വെക്കാനുള്ള ബോട്ടിലാണ്. ആക്ച്വലി ഫ്രിഡ്ജിലെന്നല്ല, അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. 2 എണ്ണം ഒരുമിച്ച് വരുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. അത് വാഷ് ചെയ്യുന്നൊരു സാധനമുണ്ട്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടോ. നമുക്ക് ഈ പെട്ടി ഇവിടെ മാറ്റി വെക്കാം. ഇതെന്താണ്? ഇതെനിക്ക് തോന്നുന്നു, എനിക്കറിയാൻ തോന്നുന്നു, ഞാൻ പ്രതീക്ഷിച്ച സാധനം തന്നെയാണ്. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. ഇവിടെയൊക്കെ കച്ചറ, ഇവിടെ എന്നാലും ഒരു കച്ചറ ഇടുന്നു കഴിഞ്ഞാൽ ഉമ്മ എന്നെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന പോലെ ഇവിടെ നിന്ന് പറപ്പിച്ച് വെളിയിലാക്കും ഗൈസ്. കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് വന്നതാണ് ഗൈസ് നിങ്ങളാ കണ്ടത്. എന്തിനായിരുന്നോ എന്തോ, വന്നു പോയി. അപ്പോൾ
ഞാൻ നല്ല വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി എല്ലാ ലൈറ്റും ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. കറണ്ട് ഇല്ലാത്ത കാരണം ഉള്ളത് മാത്രമേ കത്തുള്ളൂ. എനിക്ക് ഇതിൻ്റെ ഒന്നും സ്വിച്ചൊക്കെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെള്ളമൊക്കെ ഇങ്ങനെ ഐസ് ക്യൂബ് ആക്കാൻ പറ്റും. ഐസ് ക്യൂബ് ഏത് ടൈപ്പ് ഓഫ് ഐസ് ക്യൂബ് വേണമെങ്കിലും നമുക്കിതിനകത്ത് ചെയ്യാട്ടെ. ഇത് ഞാൻ മെയിൻലി വാങ്ങിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ചൂട് കാരണം എൻ്റെ സ്കിൻ ഒത്തിരി ഡാമേജ് ആയി, ഒത്തിരി ടാനായി. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് റോസ് പെറ്റലൊക്കെ ഇട്ടോ വെള്ളം ഒഴിച്ച് വെച്ചിട്ടോ പിന്നെ കുറച്ച് അലവേരയുടെ ഇതുണ്ടാക്കണം. അങ്ങനെ സെറ്റായിട്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഇത് വിത്ത് അടപ്പാണ് വരുന്നതോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, ഇത് കൊള്ളാം. ഓക്കെ, ഐസ് ഇതിന്ന് എടുക്കാൻ പാടുന്നില്ല. അപ്പം ഞാനതിങ്ങനെ ഫേസിൽ വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ അത്രയും ആശ്വാസം കിട്ടില്ല. അത് തന്നെ ലക്ഷ്യം. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ അതിൻ്റെ ഒരു കാരണം. പിന്നെ നമ്മുടെ ഫേസിലെ ഈ ഡാമേജ്, ഈ ടാൻ ഒക്കെ റിമൂവ് ആവുമല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. നമ്മൾ നമ്മുടെ സ്കിന്നിനെ എത്ര സൂക്ഷിക്കുന്നോ അത്രയും ഭംഗിയായിട്ട് ഇരിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ. എനിക്കിത് ഹെൽത്ത് ബേബിക്ക് തൽക്കാലം കളിക്കാൻ കൊടുക്കാം ഗൈസ്. നമുക്ക് കറണ്ട് വന്നു. ഇപ്പം എങ്ങനെയുണ്ടോ എൻ്റെ മുഖത്ത് പ്രത്യേക ഭംഗി വെളിച്ചമൊക്കെ വന്നില്ലേ എന്നാ ജി. അപ്പം അതാണത്, ഇതാണിത്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്തെല്ലൊന്നും ഇതിനകത്ത് കാണുന്നില്ല. അത് ഞാൻ ഇതിനകത്തേക്ക് പിന്നെ വീഡിയോ എടുത്തിട്ട് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് വരുന്നു പോകുന്നു. ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്, പക്ഷെ ചൂടിനൊരു കുറവില്ല. ഇത് ആക്ച്വലി ഒരു ഗ്രില്ലിംഗ് സെറ്റാണ്. ഇത് ഗ്രില്ലിംഗ് സെറ്റാണ് ഗൈസ്. ഇത് ഞാൻ മെയിൻലി വാങ്ങിക്കാനുള്ള റീസൺ ഇക്കുൻ്റെ ഫാദറാണ്. ഇപ്പ കാരണമാണ് ഞാനിത് വാങ്ങിച്ചത്. കാരണം ഇപ്പം ഇങ്ങനെ ഗ്രിൽഡ് ഫിഷ് കഴിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ആ ആഗ്രഹം പറഞ്ഞ് വരുമ്പോൾ ഇവിടെ ഗ്രില്ലറില്ലല്ലോ, എനിക്ക് ഗ്രില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ അതിന് വേണ്ടി വാങ്ങിച്ചൊരു സാധനമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സ്റ്റാൻഡ് വിത്ത് സ്റ്റാൻഡാണ് വരുന്നത് ഗൈസ്. കൊള്ളാം, നൈസ് ക്വാളിറ്റി ഉണ്ട്. ഇത് നോക്ക്, കബാബിൻ്റെ സ്റ്റിക്സ് ഉണ്ട് അതിൻ്റെ കൂടെ. റീയൂസബിളാണ്, കൊള്ളാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ റിവ്യൂ. പെട്ടെന്ന് തീർന്നു പോയി. ആക്ച്വലി പെട്ടെന്ന് തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നമുക്കിതൊക്കെ ഇവിടെ യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് ആയതുകൊണ്ട് ഇങ്ങനെ കൂട്ടി ഒരുപാട് വെച്ചേക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് പല ദിവസമായിട്ടാണ് വന്നത്. ഞാനിതെല്ലാം 17th ഓർഡർ കൊടുത്ത സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് ഈ വന്ന ഈ പ്രോഡക്റ്റ് 20-ാം തീയതി വന്ന്, ബാക്കി എല്ലാ സാധനങ്ങളും ലേറ്റർ ഓൺ ആണ് വന്നത്. എന്തുമാ ഒരു മിനിറ്റ് ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ മിസ് ഔട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഐറ്റം, കൊതുകിൻ്റെയും ഈച്ചയുടെയൊക്കെ ശല്യം കാരണം ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ബാറ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും നെറ്റ് ഇട്ടാൽ പോരെ. നമുക്ക് നെറ്റ് ഇടാൻ അത്ര പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ലല്ലോ. എല്ലാത്തിൻ്റെ മെഷർമെൻ്റൊക്കെ എടുത്ത് പതുക്കെ നടക്കുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും നാട്ടിൽ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കാൻ വരുമ്പോൾ ഈ ഒരു ബാറ്റിലാണ് നടക്കത്തില്ല ഗൈസ്. അത്രയ്ക്കും കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും. അപ്പം നമ്മൾ വൈകുന്നേരമൊക്കെ കുറച്ച് നേരമൊക്കെ ലൈറ്റ് വൈകിയൊക്കെ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ അത്രയും കൊതുകിൻ്റെ ശല്യം കുറഞ്ഞിരിക്കും. പക്ഷേ എന്നാൽ പോലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊതുകൊക്കെ കയറി വരും ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചൊരു ബാറ്റാണിത്. ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ ഇതിനകത്തേക്ക് കൊടുക്കുന്നത്. അപ്പം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഈ ഒരു ബാറ്റ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഈച്ചയും കൊതുകും ഒക്കെ കൃത്യമായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇനി ഒരു സെറ്റ് ഓഫ് അൺബോക്സിങ് വീഡിയോ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഗിവ് അവയുടെ സാധനങ്ങൾ UAE നിന്ന് ഇക്കുൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസാണ് ഞാനിവിടെ കാണിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇത് പിന്നെ ഹെസ് ബേബിക്ക് ഒരു ഡ്രസ്സ് കൊടുത്തു വിട്ടതാ. മറ്റത് നിങ്ങൾക്കുള്ള ആ ഒരു ലിപ് ബാം ആയിരുന്നു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ഗിവ് അവയുടെ ഷോർട്സിൻ്റെ ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാനിവിടെ അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിനകത്ത് നല്ല സെൻറ്റഡ് ക്യാൻഡിലാണ്. അപ്പം ഞാൻ ക്യാൻഡിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനം. ഞാൻ ഇക്കുനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല അടിപൊളി സെൻറ്റഡ് ക്യാൻഡിൽ തന്നെ നോക്കി വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ ഇത് പിന്നെ ഹെസ് ബേബിക്ക് മറ്റേ ഡാഡി ഫിംഗർ ബേബി ഫിംഗർ ആ ഒരു സോങ് കേൾക്കുമ്പം ആ ഒരു സാധനം ഇങ്ങനെ നോക്കിയിരിക്കും. അല്ലാണ്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതും ഇക്കു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നിങ്ങൾക്കുള്ള ഹാൻഡ് ക്രീമാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോസിൽ. പിന്നെ ഇത് ആ ഒരു വൈറൽ കുക്കിയാണ്. ഇത് ആക്ച്വലി ഒരു മിററാണ്. അപ്പോൾ ഈ ഒരു മിറർ വിത്ത് കോമ്പും കൂടി ഇക്കുൻ്റെ സെലക്ഷനാണ് കേട്ടോ ഗൈസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി സാധനം ഇരിക്കട്ടെ. പിന്നെ ഇത് പിന്നെ നമ്മൾ ഒറ്റക്കുള്ളപ്പോൾ നമുക്കിങ്ങനെ ബ്രേസ്ലെറ്റ്, ഹാൻഡ് ചെയിൻ അങ്ങനത്തെ ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ.